സ്നേഹമുള്ളവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈസി ഖുർആൻ സ്റ്റഡി സെന്ററിലേക്ക് എല്ലാ സഹോദരങ്ങളെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. നാം വിശുദ്ധ ഖുർആനിലെ 6-ാമത്തെ അധ്യായമായ സൂറ അൽ അൻആം ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ സൂറത്തുൽ അൻആമിലെ 139 സൂക്തങ്ങളുടെ ആശയങ്ങൾ നാം ഗ്രഹിച്ചു കഴിഞ്ഞു. ഇന്ന് നമുക്ക് 140 മുതലുള്ള സൂക്തങ്ങൾ ശ്രദ്ധിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 141-ാമത്തെ സൂക്താണ്. وهو الذي أنشأ جنات معروشات وغير معروشات والنخل والزرع مختلفا أكله والزيتون والرمان متشابها وغير متشابه كلوا من ثمره إذا أثمر وآتوا حقه يوم حصاده ولا تسرفوا إنه لا يحب المسرفين. സൂറത്തുൽ അൻആമിലെ കഴിഞ്ഞ സൂക്തങ്ങളിൽ ബഹുദൈവവാദം സൃഷ്ടിക്കുന്ന ഗുരുതരമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ചാണ് പരാമർശിച്ചത്. അതിൽ വിശ്വാസപരമായ പലതരം വഴികേടുകൾ സംഭവിക്കുന്നു. അതോടൊപ്പം അവരുടെ നിലപാടുകളിൽ പല അനീതികൾ സംഭവിക്കുന്നു. അള്ളാഹു അവർക്ക് നൽകിയ വിഭവങ്ങളെ അവര് വിഹിതം വെക്കുകയാണ്. ഇത് ദൈവത്തിനുള്ളത്, ഇത് ഞങ്ങളുടെ കുലദൈവങ്ങൾക്കുള്ളത്. അങ്ങനെ ഓഹരി വെക്കുമ്പോൾ അതിൽ പോലും അവര് പലതരത്തിലുള്ള കൃത്രിമങ്ങൾ കാണിച്ചു, സ്വയം നിയമം നിർമ്മിച്ചു എന്നാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം മനസ്സിലാക്കിയ പ്രധാനപ്പെട്ട ഒരാശയം. തുടർന്ന് പറയുന്നത് എന്താണ്? ഈ കുലദൈവങ്ങളുടെ പ്രീതിക്ക് വേണ്ടിയിട്ട് സ്വന്തം മക്കളെ കുരുതി കൊടുക്കുന്ന അത്യാചാരത്തെക്കുറിച്ചാണ് പിന്നെ പറഞ്ഞത്. അത് 140-ാമത്തെ സൂക്തത്തിൽ ഒന്നുകൂടി ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ മനുഷ്യൻ വിശ്വാസപരമായ വൈകല്യങ്ങൾക്ക് വിധേയനാകുമ്പോൾ, ആ അവസ്ഥയിൽ വ്യതിചലിച്ചു പോകുമ്പോൾ ജീവിതത്തിലെ നീതിബോധത്തെ സ്വയം ഇല്ലായ്മ ചെയ്ത് കളയുന്നു. മാത്രമല്ല, സഹജീവികളോട് ക്രൂരത കാണിക്കുന്ന അവസ്ഥയിലേക്ക് മനുഷ്യൻ മൃഗതുല്യനായി മാറുന്നു എന്നാണ് മനസ്സിലാക്കിയത്. ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതേ വിഷയത്തെ ഏകദൈവത്വവുമായിട്ട് ബന്ധിപ്പിച്ച് പറയാൻ പോവാണ്. യഥാർത്ഥത്തിൽ ഇവയൊക്കെ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളാണല്ലോ. ആ അനുഗ്രഹങ്ങളോട് നന്ദി കാണിച്ചുകൊണ്ട് ജീവിതം നയിക്കലല്ലേ ഉത്തമം. അങ്ങനെയാണ് വേണ്ടത്. അതിനെക്കുറിച്ചുള്ള പരാമർശങ്ങളാണ് 141 മുതലുള്ള സൂക്തങ്ങളിൽ വരുന്നത്. 141-ന്റെ അർത്ഥം ശ്രദ്ധിക്കാം. വഹുവ, അവനാണ്. ആര്? അള്ളാഹു മാത്രമാകുന്നു. അല്ലദീ യുൻശിഉ, ഉണ്ടാക്കി വളർത്തി. ജന്നാത്ത്, തോട്ടങ്ങൾ. ബഹുവചനം പ്രയോഗിക്കുമ്പോൾ വിവിധ ഇനം തോട്ടങ്ങൾ എന്ന് മനസ്സിലാക്കാം. മഅറൂഷാത്ത്, ആ തോട്ടങ്ങൾ എങ്ങനെയാണ്? പന്തലിൽ പടർത്തപ്പെടുന്നവ അഥവാ വള്ളിച്ചെടികളുള്ള തോട്ടങ്ങളാണ് മഅറൂഷാത്ത്. അർശ് എന്ന വാക്ക് നമുക്ക് സുപരിചിതമാണ്. അർശിന് സിംഹാസനം എന്നർത്ഥമുണ്ട്. അള്ളാഹുവിൻ്റെ അർശ് എന്ന് സാധാരണ നമ്മൾ പ്രയോഗിക്കാറുണ്ട്. മേൽപ്പുര എന്ന അർത്ഥം അർശിനുണ്ട്. വഹിയ ഖാവിയത്തുൻ അലാ ഉറൂഷിഹ, സൂറത്തുൽ ബഖറയില് അല്ലാഹു തആല ഒരാളെ ഉദാഹരിച്ചു പറഞ്ഞപ്പോൾ അയാൾ സഞ്ചരിക്കുന്ന പട്ടണം അതിൻ്റെ മേൽക്കൂരകളോടൊപ്പം തകർന്നു പോയി എന്ന് പഠിച്ചിരുന്നു.
വഹിയ ഖാവിയത്തുൻ അല ഉറൂഷ് എന്നാണ്. അപ്പോൾ അർഷിന് മേൽപ്പുര എന്നർത്ഥമുണ്ട്, പിന്നെ പീഠം അഥവാ സിംഹാസനം എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കും. ഇവിടെ മേൽപ്പുരയാണ്. ആ മേൽപ്പുര എങ്ങനെയുള്ളതാണ്? പച്ചക്കറി കൃഷിയൊക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പഴവർഗ്ഗങ്ങൾ കൃഷി ചെയ്യുമ്പോൾ അതിൻ്റെ വള്ളികളുള്ളവ പന്തലുകളിൽ പടർന്നു കിടന്ന് മേൽക്കൂരയായിട്ട് രൂപപ്പെട്ടതാണ്. അതാണ് ജന്നാത്തി മഅറൂഷാത്ത്, പന്തലിൽ പടർത്തപ്പെടുന്ന വള്ളിച്ചെടികളുടെ തോട്ടങ്ങൾ എന്ന് പറഞ്ഞത്. വഗൈറ മഅറൂഷാത്ത്, അതേപോലെ തന്നെ പന്തലിൽ പടർത്തപ്പെടാത്തതായ തോട്ടങ്ങളും ഉണ്ട്. എങ്ങനെ? ഭൂമിയിൽ തന്നെ വേരുകൾ ആഴ്ത്തിയിട്ട് അത് സ്വയം തടിമരങ്ങളായിട്ട് മുകളിലേക്ക് വളർന്നു വരുന്നവ എന്നാണ് ഉദ്ദേശിക്കുന്നത്. വൻ നഖൽ, അതേപോലെ തന്നെ ഈത്തപ്പനകളും ഉണ്ടാക്കിയത് അവനാണ്. വസ്സറ, കൃഷിയും മറ്റു പല തരത്തിലുള്ള ധാന്യ വിളകളും ഉണ്ടാക്കിയത് അതേ അള്ളാഹു തന്നെയാണ്. അവയുടെ പ്രത്യേകത എന്താണ്? പല പ്രത്യേകതകളുണ്ട്. അവയിൽ ഒന്ന് മുഖ്തലിഫൻ ഉക്കുലുഹു, മുഖ്തലിഫ്, അവ വൈവിധ്യപൂർണമാണ്. ഉക്കുലുഹു, അതിൻ്റെ തീറ്റ വസ്തുക്കൾ അഥവാ അതിലെ ഭക്ഷ്യവിഭവങ്ങൾ ഒരുപാട് വൈവിധ്യങ്ങൾ ഉള്ളതാണ്. ഉക്കുൽ എന്നത് മഅ്കൂൽ എന്ന് പറയില്ലേ, തിന്നപ്പെടുന്ന അഥവാ ഭക്ഷ്യ വസ്തുക്കൾ എന്നുള്ള ആശയമാണ്. മുഖ്തലിഫൻ ഉക്കുലുഹു, രുചി വൈവിധ്യമുള്ള വിഭവങ്ങളാണ് അവ എന്ന് മനസ്സിലാക്കുക. പിന്നെ എന്താ ഉള്ളത്? വസ്സൈത്തൂൻ, സൈത്തൂൻ ഉണ്ട്. വഹുവല്ലദീ അൻശഅ ജന്നാത്തിൻ എന്ന് പറഞ്ഞാണ് തുടങ്ങിയത് അല്ലേ? അപ്പൊ ആ കൂട്ടത്തിലേക്ക് ചേർത്ത് പറയാണ് വഹുവല്ലദീ അൻശഅ അസ്സൈത്തൂൻ, സൈത്തൂനിനെ ഉൽപ്പാദിപ്പിച്ചതും അവനാണ്. വറുമ്മാൻ, അതുപോലെ അനാറിനെ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ മാതളം എന്നൊക്കെ പറയില്ലേ, അതുപോലെ അനാറിനെയും ഉൽപ്പാദിപ്പിച്ചത് അവനാണ്. അവയുടെ പ്രത്യേകത മുത്തശാബിഹൻ വഗൈറ മുത്തശാബിഹ്. മുത്തശാബിഹ് പ്രത്യക്ഷത്തില് സാദൃശ്യമുള്ളവയാണ്. കാഴ്ചയില് അനാറും ആപ്പിളും ഒരുപക്ഷെ ഒരുപോലെ ഇരിക്കും, അതിൻ്റെ രൂപ സാദൃശ്യവും നിറവും ഒക്കെ. അതേ സമയത്ത് രുചിയോ തികച്ചും വൈവിധ്യപൂർണമാണ്. വഗൈറ മുത്തശാബിഹ്, സാദൃശ്യമില്ലാത്തവയും ആ കൂട്ടത്തിൽ കാണാം. ഒരേ ഇനങ്ങൾ തന്നെ ഉണ്ടല്ലോ, പരസ്പര സാദൃശ്യമുള്ളവയുണ്ട്, സാദൃശ്യമില്ലാത്തവയും ഉള്ളതായിട്ട് കാണാൻ പറ്റും. ഒരു ഇനത്തിലെ വ്യത്യസ്തമായ ഇനങ്ങൾ, ഒരേ പഴവർഗത്തിലെ വ്യത്യസ്ത ഇനങ്ങൾ, അങ്ങനെയും കാണാൻ കഴിയും. അപ്പൊ സാദൃശ്യമുള്ളതും സാദൃശ്യമില്ലാത്തതും കാണാം. എന്നിട്ട് അള്ളാഹു പറയാണ് കുലു, നിങ്ങൾ തിന്നോളൂ, ഭക്ഷിച്ചോളൂ, മിൻ സമരിഹി, അതിൻ്റെ ഫലത്തിൽ നിന്ന് നിങ്ങൾ ഭക്ഷിച്ചോളും. ഇതാ അസ്മറ, അത് കായ്ച്ചാൽ, അസ്മറ യുസ്മിറു, കായ്ച്ചു. വആതു, അതോടൊപ്പം നിങ്ങൾ നൽകുകയും ചെയ്യണം. ഹഖഹു, അതിൻ്റെ അവകാശം നൽകണം. യൗമ ഹസാദിഹി, എപ്പോ നൽകണം? അതിൻ്റെ കൊയ്ത്തു നാളിൽ തന്നെ നൽകണം. വആതു ഹഖഹു എന്നതിലെ ഹു ഉണ്ടല്ലോ, ആ ഹു എന്ന സർവനാമത്തിന് അവന് നൽകണം എന്ന വ്യാഖ്യാനമുണ്ട്. വആതു ഹഖഹു, അവന്റെ അവകാശം നൽകണം. യൗമ ഹസാദിഹി, വിളവെടുപ്പ് നാളിൽ എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ അവകാശം എന്നായിരിക്കും അവിടെ ഉദ്ദേശം. വല തുസ്രിഫു, അവിടെ ഒരു നിർദ്ദേശം എന്താണ്? നിങ്ങൾ അതിര് കവിയരുത് എന്നുള്ളതാണ് നിർദ്ദേശം. ഇന്നഹു, കാര്യം എന്തെന്നാൽ, ലാ യുഹിബ്ബു, അവൻ അള്ളാഹു സ്നേഹിക്കുന്നില്ല, അൽ മുസ്രിഫീൻ, ധൂർത്തന്മാരെ അള്ളാഹു തആല സ്നേഹിക്കുന്നില്ല. വളരെ വ്യക്തതയുള്ള ആശയമാണ് 141 സൂക്തം നമുക്ക് നൽകുന്നത്. അതിൽ ഒന്നാമത്തെ ആശയം എന്താണ്? വഹുവല്ലദീ അൻശഅ ജന്നാത്തി മഅറൂഷാത്ത് വഗൈറ മഅറൂഷാത്ത്. ഇവയെല്ലാം പടച്ചത് ആരാണ് എന്നുള്ളതാണ്. ആരാണ് സൃഷ്ടിച്ചത്? അള്ളാഹു ആണ് സൃഷ്ടിച്ചത് എന്നതിലേക്കാണ് ആദ്യമായിട്ട് ശ്രദ്ധ തിരിക്കുന്നത്. ഇവ കുലദൈവങ്ങൾ സൃഷ്ടിച്ചതല്ല, പ്രകൃതിയിൽ വെറുതെ ഉണ്ടായതല്ല, ഒരു ശാസ്ത്രീയമായ ഇടപെടലുകൾ കൊണ്ട് സംഭവിക്കുന്നതല്ല. ഈ വിഭവങ്ങളെ ആദ്യമായിട്ട് ഈ ലോകത്ത് ഉൽപ്പാദിപ്പിച്ചത്
അള്ളാഹു ആകുന്നു ഈ പ്രപഞ്ചത്തിന് പിന്നിലെ പ്രകൃതി ശക്തിയാകുന്നു എന്ന് പറഞ്ഞത്. എന്നിട്ട് അവയുടെ വ്യത്യസ്തമായ സവിശേഷതകൾ എണ്ണി പറയാണ്. പന്തലിൽ പടരുന്നവ, പന്തലിൽ പടരാത്തവ. എന്തിനാ ഇങ്ങനെയൊക്കെ പറഞ്ഞത്? ഇതൊക്കെ കണ്ട് ആസ്വദിക്കാൻ, അനുഭവിക്കാനും തന്നെയാണ്. ഇപ്പൊ നമ്മുടെ വീട്ടില് ഒരുപക്ഷെ നമ്മൾ പച്ചക്കറി ഉണ്ടാക്കുമ്പോൾ പാവയ്ക്ക അത് പന്തലിൽ പടരുന്നതാണ്. അതുപോലെയൊക്കെയുള്ള പലതും ഉണ്ടല്ലോ, പടവലം, അതുപോലെ ചിലതൊക്കെ പന്തലിൽ പടരുന്ന രൂപത്തിൽ ഉണ്ടാവും അല്ലെ. വെള്ളരിയും വള്ളിയാണ്, പക്ഷെ അത് വലിയ ഭാരമുള്ള ഫലം നൽകുമ്പോൾ നമ്മളത് മണ്ണിൽ തന്നെയാണ് അത് ഉൽപ്പാദിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അതേസമയത്ത് വെണ്ടയും അതുപോലെയൊക്കെയുള്ള പലതും കുറ്റിച്ചെടികളായിട്ട് മണ്ണിൽ രൂപപ്പെട്ടു വരികയാണ്, പന്തലിലല്ലാതെ വളരുന്നു. ശരിക്കും ഇത്തരം കാഴ്ചകളൊക്കെ നമ്മൾ കാണാൻ ശ്രമിക്കണം അല്ലെ. ഇപ്പൊ നമ്മൾ കേരളീയരെ സംബന്ധിച്ചിടത്തോളം പന്തലിൽ വളരുന്ന തരത്തിലുള്ള പഴവർഗ്ഗങ്ങൾ കേരളത്തില് കുറവാണ്, കാണാൻ പ്രയാസമാണ്. അതേസമയത്ത് കമ്പം, തേനി പോലെ തമിഴ്നാടിന്റെ ഭാഗങ്ങളിലേക്ക് ചെല്ലുമ്പോൾ നല്ല മുന്തിരിത്തോട്ടങ്ങൾ, നന്നായിട്ട് കായ്ച്ച് മുഴുത്ത് പഴുത്ത് നിൽക്കുന്ന മുന്തിരികളുള്ള തോട്ടങ്ങൾ നമുക്ക് ധാരാളം കാണാം. അപ്പൊ അങ്ങനെയുള്ള കാഴ്ചകൾ കാണണം, അതിനു വേണ്ടിയിട്ട് ടൂറ് പോകണം. അപ്പോ പന്തലിൽ പടരുന്നവയും അല്ലാത്തവയുമായ വിഭവങ്ങൾ, തോട്ടങ്ങൾ. പിന്നെ വൻ നഖിൽ, അത് പന്തലിലല്ല തടിമരത്തിൽ ഉണ്ടാകുന്നതാണ്, നമ്മുടെ തെങ്ങ് പോലെ. അതേപോലെ തന്നെ വസ്സറ, പലതരത്തിലുള്ള ധാന്യവിളകൾ, ഇടവിളകൾ, കൃഷികൾ പലതും ഉണ്ടല്ലോ, ചേമ്പും കിഴങ്ങ് വർഗ്ഗങ്ങളും, അതുപോലെ തന്നെ ധാന്യങ്ങളില് നെല്ലും ഗോതമ്പും ചോളവും, ഇങ്ങനെയൊക്കെ തുടങ്ങിയിട്ട് പലതരത്തിലുള്ള വിഭവങ്ങളാണ് സിറ. മുഖ്തലിഫൻ ഉക്കുലുഹു, എന്നിട്ട് അള്ളാഹു അതിനെ കുറിച്ച് പറയാണ്, വ്യത്യസ്തമായ തീറ്റ വസ്തുക്കളാണ് ഇവയൊക്കെയും. അള്ളാഹു എന്തിനാ ഇതൊക്കെ പറയുന്നത്? അള്ളാഹു ഇതിനെ മാർക്കറ്റ് ചെയ്യാണോ? ഇതെങ്ങനെ, നിങ്ങൾ എന്തുകൊണ്ട് ഇത് വാങ്ങിക്കണം എന്ന് പരസ്യപ്പെടുത്താണോ? അല്ല, മറിച്ച് അള്ളാഹു ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ മനസ്സിൽ ആരാണ് ഇതിൻ്റെ പിന്നിൽ എന്ന ചിന്ത ഉണർത്താൻ വേണ്ടിയാണ്. നമ്മളിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പച്ചക്കറി കടയില്, പഴക്കടയിലൊക്കെ ചെന്നാല് കണ്ണിന് വല്ലാത്തൊരു കുളിർമയാണ്. എന്തൊക്കെ നിറങ്ങളാണ്! ആരാണ് ഈ നിറങ്ങളൊക്കെ ആവിഷ്കരിച്ചത്? ഏതെങ്കിലും കലാകാരനാണോ? അല്ലെ. ഓരോന്നിനും അതിലിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ എന്തൊരു വൈവിധ്യമാണ്, എത്ര സുന്ദരമാണ് കാഴ്ചയിൽ തന്നെ. പച്ചക്കറിയില് നോക്ക്, നമ്മൾ ഓരോന്നിലേക്ക് നോക്കുമ്പോൾ ബീറ്റ്റൂട്ടിന്റെ കളറ്, ക്യാരറ്റിന്റെ കളറ് അല്ലെ, വെള്ളരിയുടെ തൊലിപ്പുറമേയുള്ള ഡിസൈൻ, ഇങ്ങനെയൊക്കെ തുടങ്ങിയിട്ട് ഓരോന്നിലേക്ക് നോക്കുമ്പോൾ അതിൻ്റെ സവിശേഷത, വഴുതനിങ്ങ, അതിൻ്റെയൊക്കെ കളർ നോക്ക്, എന്ത് രസമാണ്! ആരാണ് ഇതിൻ്റെ പിന്നില്? ഇതേപോലെ തന്നെ പഴവർഗ്ഗങ്ങളുടെയും പ്രത്യേകത അത് തന്നെയാണ്. അപ്പൊ ഇത് കേവലം തിന്നുക എന്ന അർത്ഥത്തിൽ മാത്രമല്ല, മറിച്ച് ഒന്ന് ചിന്തിക്കണം, ആരാണ് ഇതിൻ്റെയൊക്കെ പിന്നില്? സുബ്ഹാനല്ലാ, മാഷാ അല്ലാ എന്ന് നമ്മൾ പറഞ്ഞു പോകണം എന്നാണ് അവിടെ മനസ്സിലാക്കേണ്ടത്. മുഖ്തലിഫൻ ഉക്കുലു, വീണ്ടും പറയാണ് വസ്സൈത്തൂൻ, അവിടെ സൈത്തൂൻ ഉണ്ട്, ഒലിവുണ്ട്, റുമ്മാൻ, അതേപോലെ തന്നെ റുമ്മാൻ ഉണ്ട്, മുത്തശാബിഹൻ വഗൈറ മുത്തശാബിഹ്, സാദൃശ്യമുള്ളതും സാദൃശ്യമില്ലാത്തതുമായ പഴവർഗ്ഗങ്ങൾ. കാണുമ്പോൾ ഒരുപോലെ തോന്നുന്നതുണ്ട്, ഒരുപോലെ തോന്നാത്തവയുമുണ്ട്. പല ഇനങ്ങളുണ്ടല്ലോ, കുക്കുംബർ, വെള്ളരി, അതുപോലെ കുമ്പളങ്ങ, ഇങ്ങനെയൊക്കെയുള്ളത് ഒരേ ടൈപ്പാണ് എന്ന് നമുക്ക് പറയാം. അതേപോലെ ഇങ്ങനെ ഉരുണ്ട തരത്തിലുള്ള വിഭവങ്ങൾ, തക്കാളി ഉണ്ട്, ബീറ്റ്റൂട്ട് ഉണ്ട് അല്ലെ, അതുപോലെയുള്ളതൊന്നും വേറെ. പിന്നെ പച്ചമുളക് പോലെ തൂങ്ങിക്കിടക്കുന്ന, നീണ്ടു നിൽക്കുന്ന രൂപത്തിലുള്ളവ വേറെ. ഇങ്ങനെ പല ഇനങ്ങളും പല തരങ്ങളും അവയിൽ കാണാൻ പറ്റും എന്നാണ് മുത്തശാബിഹം വഗൈറ മുത്തശാബിഹ്. ഈ സൂറയുടെ തുടക്കത്തിലും ഇതേ പരാമർശങ്ങൾ വന്നിട്ടുണ്ട്. കുലൂ മിൻ സമരിഹി, എന്നിട്ട് പറയാം, നിങ്ങൾ ഈ വിഭവങ്ങൾ ഭക്ഷിച്ചോളൂ. ഇതാ അസ്മറ, ഇവ കായ്ച്ചാൽ നിങ്ങൾക്ക് ഇവ ഭക്ഷിക്കാം. വേറെ നിയമങ്ങളൊന്നും അതിനില്ല. അങ്ങനെയുണ്ടല്ലോ, ഇപ്പൊ വിത്തിടുമ്പോൾ മുഹൂർത്തം നോക്കണോ? വേണ്ടതില്ല. വിളവെടുപ്പ് നടത്തുമ്പോൾ അതിന് പ്രത്യേക ദിവസം നിശ്ചയിക്കേണ്ടതുണ്ടോ? അങ്ങനെയില്ല. എപ്പോഴാണോ അത് കായ്ച്ച് പൂർണ്ണതയിലെത്തിയിട്ട് നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നത്, ചിലത് പഴുക്കാനാകുമ്പോഴായിരിക്കും പറിച്ചെടുക്കേണ്ടത്, ചിലത് മൂത്തിരിക്കുമ്പോൾ പറിച്ചെടുക്കേണ്ടതുണ്ടാവും,
ചിലത് ഇളയത് തന്നെ പറിച്ചെടുക്കേണ്ടതുണ്ടാവും, മൂക്കാൻ അധികം പാടില്ല, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ഇപ്പൊ മുരിങ്ങാക്കായ അത് അധികം മൂത്ത് കഴിഞ്ഞാൽ ചകിരി പോലെ ഇരിക്കും അല്ലെ. വെണ്ട അത് ചെടിയിൽ തന്നെ കുറെ നിന്ന് കഴിഞ്ഞാൽ വല്ലാതെ മൂത്ത് ചകിരി പോലെയാവും. അപ്പൊ അതിനാൽ ഓരോന്നിനും അതിന്റെ സമയമുണ്ട്. അതാണ് കുലു മിൻ സമരിഹി ഇദാ അസ്മറ എന്ന് പറഞ്ഞത്. അവിടെ കുലു എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കഴിക്കാനുള്ളതാണ്. അതിൽ നിങ്ങൾ വേറെ പല നിയമങ്ങളും കൂട്ടിക്കലർത്തരുത്. ഇത് ദൈവത്തിനുള്ളത്, ഇത് കുലദൈവങ്ങൾക്കുള്ളത്. ആരാ നിങ്ങളെ ഇതൊക്കെ പഠിപ്പിച്ചത്? അങ്ങനെയുണ്ടോ? നിങ്ങൾക്ക് നൽകാം, പക്ഷെ നൽകുന്നത് സാക്ഷാൽ ഉടമയുടെ നാമത്തിലായിരിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതേപോലെ തന്നെ ചിലത് നിങ്ങൾക്കുള്ളത്, ചിലർ ഉപയോഗിക്കാൻ പാടില്ല എന്ന രൂപത്തിലൊക്കെ, ചിലത് സ്ത്രീകൾക്ക്, ചിലത് പുരുഷന്മാർക്ക്, ഇങ്ങനെയൊക്കെ വേർതിരിക്കാൻ ആരാണ് നിങ്ങളോട് പറഞ്ഞത്? ഇങ്ങനെയുള്ള നിയമങ്ങൾ ആരാണ് നിങ്ങളെ പഠിപ്പിച്ചത് എന്നതാണ് ചോദ്യം. കുലു മിൻ സമരിഹി ഇദാ അസ്മറ. അതിനാൽ വേറെ ഒന്നും ആലോചിക്കേണ്ടതില്ല. പലതരം അന്ധവിശ്വാസങ്ങൾ ഉണ്ടാവും സമൂഹത്തില്. വിളവെടുക്കുമ്പോൾ ആരെങ്കിലും കണ്ടാലേ അടുത്ത വർഷം വിള കുറയും. ഓ, നല്ല വിളയാണല്ലോ എന്നാരെങ്കിലും പറഞ്ഞാൽ കണ്ണ് തട്ടിയാലോ അല്ലെ. അതുകൊണ്ട് രാത്രിയിൽ വന്ന് വിളവെടുക്കാം. സൂറത്തുൽ ഖലമില് ഒരു കൂട്ടരെ കുറിച്ച് പറയുന്നുണ്ട്. അവരുടെ വാപ്പ ഉണ്ടായിരുന്ന കാലത്ത് അവരുടെ തോട്ടത്തിൽ വിളവെടുപ്പ് നടന്നാൽ ധാരാളമായിട്ട് അവർ പാവങ്ങൾക്കൊക്കെ വീതിച്ചു കൊടുക്കും. പക്ഷെ പിന്നീട് മക്കൾ കൈകാര്യം ചെയ്യാൻ തുടങ്ങിയപ്പോൾ എന്തായിന്നറിയോ? ആ മക്കൾ തീരുമാനം എടുത്തു, അങ്ങനെയൊന്നും കൊടുക്കേണ്ടതില്ല. വാപ്പ എന്തൊരു അബദ്ധമായി ചെയ്തത്? ഒരുപാട് പൈസ ചെലവഴിച്ച് കൃഷിയൊക്കെ ചെയ്തിട്ട് വെറുതെ കൊടുത്തു കളയണോ? അതുകൊണ്ട് നമുക്കിനി കൊടുക്കണ്ട. അതിനെന്താ നല്ലത്? കഴിഞ്ഞ വർഷം വരെ വിളവെടുപ്പ് നടക്കുമ്പോൾ ആളുകൾ വന്ന് കാത്തു നിൽക്കുമായിരുന്നു, കിട്ടുമല്ലോ എല്ലാവർക്കും. പക്ഷെ നമുക്ക് ഇത്തവണ എന്ത് ചെയ്യണം എന്ന് പറയാം, രാത്രിയിൽ വിളവെടുപ്പ് നടത്താം. അപ്പൊ ആർക്കും കൊടുക്കേണ്ടി വരില്ല, ആരും കാണൂലല്ലോ. അങ്ങനെ തീരുമാനിച്ച ഒരു തോട്ടത്തിൽ എത്തിയപ്പോഴെന്താ കഥ? തോട്ടം കത്തിപ്പോയിട്ടുണ്ടായിരുന്നു അല്ലെ. എന്ന് പറഞ്ഞ പോലെ സമൂഹത്തിന് പ്രയോജനം ലഭിക്കാത്ത വിധത്തിലുള്ള നിയമങ്ങളും തീരുമാനങ്ങളും ഒന്നും എടുത്തു കളയരുത്. അപ്പൊ ആളുകൾ കണ്ടാൽ അടുത്ത വർഷം വിള കുറയൂ എന്നുള്ള അന്ധവിശ്വാസം, ഇങ്ങനെയൊക്കെയുള്ള പലതരം ചിന്താഗതികളുണ്ട്. അതൊന്നുമില്ല. ഇദാ അസ്മറ, എപ്പോഴാണോ ഒരു ഫലം നന്നായിട്ട് മുഴുത്ത് പാകപ്പെട്ട് നിൽക്കുന്നത്, അപ്പോഴാണ് അത് നിങ്ങൾ കഴിക്കേണ്ടത്. വആതു ഹഖ്ഖഹു യൗമ ഹസാദിഹ്. അതോടൊപ്പം ചേർത്തുകൊണ്ട് മറ്റൊരു കാര്യം കൂടി പറയാണ്. എന്താണ്? വആതു, നിങ്ങൾ നൽകുവിൻ, ഹഖ്ഖഹു, അതിൻ്റെ അവകാശം നൽകുവിൻ, അല്ലെങ്കിൽ അവന്റെ അവകാശം, അള്ളാഹുവിന്റെ അവകാശം നൽകുവിൻ. യൗമ ഹസാദിഹി. ഹസാദ് എന്താണ്? ഹസദ എന്ന് പറഞ്ഞാൽ കൊയ്തെടുത്തു എന്നാണ് അർത്ഥം. അപ്പൊ വിളവെടുപ്പ് നാളിൽ എന്ന് പറയാം. യൗമ ഹസാദിഹി, വിളവെടുപ്പ് നാളില് നിങ്ങൾ അതിൻ്റെ അവകാശം അവകാശിക്ക് കൊടുക്കുവിൻ. എന്താ പറഞ്ഞത്? നിങ്ങളോട് തിന്നോളൂ എന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം വിളവെടുപ്പ് നാളിൽ അവകാശം അവകാശിക്ക് കൊടുക്കണം എന്ന് പറഞ്ഞു. ഹഖ്ഖഹു, അവന്റെ അവകാശം എന്നാണെങ്കിൽ അള്ളാഹുവിനുള്ള അവകാശം എന്നാണ്. അള്ളാഹുവിന് എന്ത് അവകാശമാണ്? അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിന്റെ നിയമം അനുസരിച്ച് അതിൽ ഒരു വിഹിതം മാറ്റിവെക്കുക. അള്ളാഹുവിന്റെ അവകാശം എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ച് അത് നന്മയുടെ മാർഗത്തിൽ ചെലവഴിക്കുക എന്നുള്ളതാണ്. ഇനി ഹഖ്ഖഹു, അതിൻ്റെ അവകാശം എന്ന് പറയുമ്പോൾ ആ വിളയുടെ അവകാശം എന്നായിരിക്കും. ആ വിളയ്ക്കൊരു അവകാശമുണ്ട്, അത് അതിൻ്റെ അവകാശികളിലേക്ക് എത്തിച്ചേരുക എന്നതാണ്. അതിനാൽ അങ്ങനെ നൽകുക എന്നായിരിക്കും ഉദ്ദേശം. ഇവിടെ ഈ സൂക്തത്തിലെ കൽപ്പന കാർഷിക വിളകളുടെ സക്കാത്തിനെ കുറിച്ചാണോ അല്ലയോ, അങ്ങനെ ഒരു ചർച്ചയുണ്ട്. ഈ സൂറത്തുൽ അൻആം യഥാർത്ഥത്തിൽ ഏത് കാലഘട്ടത്തിൽ അവതരിച്ചാണ്? മക്കി കാലഘട്ടത്തിലാണ്. അപ്പൊ മക്കയില് സക്കാത്ത് നിർബന്ധമായിരുന്നോ? അല്ല എന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. അതേ സമയത്ത് അങ്ങനെയല്ല. ഇത് സക്കാത്ത്, നിർബന്ധ സക്കാത്തിനെ കുറിച്ച്, കാർഷിക വിളകളുടെ സക്കാത്തുമായി ബന്ധപ്പെട്ട് തന്നെയുള്ള നിർദ്ദേശമാണ് എന്ന് വ്യാഖ്യാനിച്ചവരെയും നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ മക്കയില് യഥാർത്ഥത്തിൽ സക്കാത്ത് സാമൂഹികമായിട്ട് നിർബന്ധമാക്കപ്പെട്ടിട്ടില്ല. പക്ഷെ അതേസമയം മക്കി സൂറകളില് സക്കാത്ത് സംബന്ധമായ ഒരുപാട് ഉത്ബോധനങ്ങളും പ്രേരണകളും നമുക്ക് കാണാൻ പറ്റും.
വഫി അംവാലിഹിം ഹഖ്ഖുൽ ലിസ്സായിലി വൽ മഹ്റൂം, അവരുടെ സമ്പത്തിൽ യാചിച്ചു വരുന്നവനും ജീവിതാവശ്യങ്ങൾ വിലക്കപ്പെട്ടവനും ഒരു അവകാശമുണ്ട്. സൂറത്തു ദാരിയാത്തിൽ ആണ് ആ സൂക്തം വരുന്നത്, അല്ലെ? സൂറത്തു ദാരിയാത്തിലാണ്. അപ്പോൾ അവകാശമുണ്ടെന്ന് പറയുമ്പോൾ അതൊരു ബാധ്യതയാണ്. സൂറ അൽ മആരിജ് 24-25 വരുന്നു, വല്ലദീന ഫി അംവാലിഹിം ഹഖ്ഖും മഅലൂം ലിസ്സായിലി വൽ മഹ്റൂം, അവരുടെ മുതലുകളിൽ യാചിക്കുന്നവനും ജീവിതാവകാശം വിലക്കപ്പെട്ടവനും വളരെ നിശ്ചിതമായ അവകാശമുണ്ട്. മഅലൂം, അറിയപ്പെട്ടതായ നിശ്ചിതമായ അവകാശമുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പൊ ഇതൊക്കെ അതിലേക്കുള്ള പ്രേരണകളാണ് എന്നാണ് പൊതുവെ പറയാം. പക്ഷെ യഥാർത്ഥത്തില് സ്വലാത്തും സക്കാത്തും മക്കീ കാലഘട്ടത്തിനും അപ്പുറം സാധ്യതയുള്ള രണ്ട് കർമ്മങ്ങളാണ്. ഇബ്രാഹിം അലൈഹിസ്ലാമിന്റെ നമസ്കാരത്തെ കുറിച്ച് പറയുന്നുണ്ട്, വക്കാന യഅ്മുറു അഹ്ലഹു ബിസ്സലാത്തി വസ്സക്ക എന്ന് ഇസ്മായിൽ അലൈഹിസ്ലാമിനെ കുറിച്ച് പരാമർശിച്ചതായിട്ട് കാണാം. ഇബ്രാഹിമി മില്ലത്തില് സ്വലാത്തും സക്കാത്തും ഉണ്ടായിരുന്നു. അപ്പൊ അതിനാൽ അത് തുടരാൻ വേണ്ടിയിട്ട് മക്കയിലും ആവശ്യപ്പെട്ടു എന്നാണ് പറയുന്നത്. അപ്പൊ അതിൽ സംഘടിത രൂപമില്ല എന്ന് മാത്രമേ ഉള്ളൂ. മക്കയിൽ വെച്ച് തന്നെ സമ്പത്ത് ചെലവഴിക്കാനുള്ള പ്രേരണകളുണ്ട്, ആളുകൾ വ്യക്തിപരമായിട്ട് അത് നൽകിയിട്ടുമുണ്ട് എന്ന് പൊതുവെ വ്യാഖ്യാനിക്കാം. വആതു ഹഖ്ഖഹു യൗമ ഹസാദി, വിളവെടുപ്പ് ദിനത്തിൽ അതിൻ്റെ അവകാശിക്ക് നൽകുവിൻ എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ വിളവെടുത്ത അന്ന് തന്നെ നൽകണോ? അപ്പം അത് നമ്മുടെ വിളയുടെ അവസ്ഥ അനുസരിച്ചാണ് മനസ്സിലാക്കേണ്ടത്, അല്ലെ? വ്യക്തിപരമായി ഉപയോഗിക്കേണ്ട വിഹിതം നമുക്ക് എടുത്തുകൂടെ? തീർച്ചയായിട്ടും എടുക്കാം. ചില വിളകൾ, ഇപ്പൊ പച്ചക്കറിയൊക്കെ ആണെങ്കിൽ വിളവെടുത്ത് കഴിഞ്ഞ ഉടനെ നമ്മൾ അത് കച്ചവടത്തിന് വേണ്ടി ഉള്ളതാണെങ്കിൽ കച്ചവടത്തിന് വേണ്ടി കൊടുക്കും, അതല്ലെങ്കിൽ വീട്ടിലെ ഉപയോഗത്തിന് എടുക്കും. അങ്ങനെയൊക്കെ വരുമ്പോൾ അതിലൊരു വിഹിതം അപ്പോൾ തന്നെ അവകാശികൾക്ക് നൽകുക എന്നുള്ളതാണ്. ബന്ധുക്കൾക്കും അയൽവാസികൾക്കും നൽകുന്നത് ഇതിൽ ഉൾപ്പെടുമോ? ചിലപ്പോൾ ഉൾപ്പെടും, ചിലപ്പോൾ ഉൾപ്പെടില്ല. അവര് സക്കാത്തിന്റെ അവകാശികളാണെങ്കിൽ ഉൾപ്പെടും, അല്ലെങ്കിൽ ഉൾപ്പെടില്ലല്ലോ. അല്ലെങ്കിൽ അത് സ്വതക്കയോ അല്ലെങ്കിൽ ഹദിയയോ ആയിട്ടായിരിക്കും, സമ്മാനമായിട്ടായിരിക്കും ഉൾപ്പെടുന്നത്. അപ്പൊ അവകാശികൾക്ക് കൊടുക്കണം. അപ്പൊ പച്ചക്കറിയും ഫ്രൂട്ടൊക്കെ ആണെങ്കിൽ അത് വിളവെടുപ്പ് നടന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് നൽകേണ്ടി വരും, കാരണം പിന്നീട് നിലനിൽക്കുന്നില്ല. അത് കച്ചവട ഉൽപ്പന്നമാണ്, അത് അതായിട്ട് തന്നെ നൽകാൻ കഴിയുമെങ്കിൽ അങ്ങനെ തന്നെ നൽകലാണ് ഉത്തമം. അതേ സമയത്ത് അങ്ങനെയല്ല, അത് വിൽപ്പന നടത്തിയിട്ട് അതിൻ്റെ തുക നൽകുന്നതാണ് ഉത്തമമെങ്കിൽ ആ രീതിയും സ്വീകരിക്കാം. ഇപ്പൊ ഒരാൾ നെല്ല് കൊയ്തെടുത്തു, ആ നെല്ല് തന്നെ കൊടുത്തു കഴിഞ്ഞാൽ അത് പിന്നെ കുത്തി അരിയാക്കി മാറ്റണം, അത് ചിലപ്പോൾ കിട്ടുന്ന ആൾക്ക് ബുദ്ധിമുട്ടാവും. അത് വിൽപ്പന നടത്തിയിട്ട് അതിന്റെ തുക നൽകുമ്പോൾ ചിലപ്പോൾ അതായിരിക്കും അയാൾക്ക് ഗുണകരമാവുക. ആ രീതിയും സ്വീകരിക്കാവുന്നതാണ്. ചില വിളകളുണ്ടല്ലോ, അതാത് സമയത്ത് നമ്മൾ വിൽപ്പന നടത്തുകയാണെങ്കിൽ കുഴപ്പമില്ല. ഇപ്പൊ പച്ച തേങ്ങ ഉള്ള ആള് അത് പറിച്ചെടുത്തു, തേങ്ങ ഇട്ടു, അല്ലെങ്കിൽ തേങ്ങ വലിച്ചു, എന്നിട്ട് അപ്പൊ തന്നെ അത് വിൽപ്പന നടത്തുകയാണെങ്കിൽ അതിൻ്റെ സക്കാത്ത് അവകാശം ഒപ്പം തന്നെ കൊടുക്കാം. ഇനി ചിലരെന്താ ചെയ്യാം, അത് പ്രത്യേകമായിട്ട് ഇങ്ങനെ മച്ചില് വീടിൻ്റെ മുകളിലോ അടുക്കളയുടെ മുകളിലൊക്കെ മച്ചുണ്ടാക്കിയിട്ട് അതിൽ താഴെ തീ പുകയുന്ന അടുപ്പുള്ള രൂപത്തിൽ മുകളിലിട്ട് അത് നന്നായി ഉണക്കി കൊപ്പരയാക്കി മാറ്റും, നല്ല ഉണങ്ങിയിട്ട്. അപ്പൊ അതിന് കുറച്ചുകൂടി കാശ് കൂടുതൽ കിട്ടും. ആ നിലക്ക് സൂക്ഷിക്കുന്നവരായിരിക്കും തേങ്ങ കർഷകന്മാര്. അപ്പൊ അവരെപ്പോഴായിരിക്കും അതിൻ്റെ വിഹിതം നൽകേണ്ടത്? അത് വിൽപ്പന നടത്തിയിട്ട് ക്യാഷ് കയ്യിൽ കിട്ടുമ്പോൾ നൽകിയാൽ മതിയായിരിക്കും എന്ന് മനസ്സിലാക്കാം. അപ്പൊ യൗമ ഹസാദിഹി എന്നത് ഓരോ വിളയും ഓരോ ഇനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് തീരുമാനമെടുക്കാവുന്ന ഒരു വിഷയമാണ് എന്ന് മനസ്സിലാക്കാം. അവിടെയും പറയാണ് വലാ തുസ്രിഫു, നിങ്ങൾ ഇസ്രാഫ് കാണിക്കരുത് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അവിടെ ഉപയോഗിക്കുന്നിടത്ത് ഇസ്രാഫ് ഉണ്ടാകരുത്. ആദ്യം കുലു പറഞ്ഞല്ലോ, നിങ്ങൾ ഭക്ഷിച്ചോളൂ എന്ന് പറഞ്ഞു. പിന്നെ നിങ്ങൾ അതിൻ്റെ അവകാശം നൽകുവിൻ എന്ന് പറഞ്ഞു. അപ്പൊ ഭക്ഷിക്കുന്നിടത്ത്, അത് ഉപയോഗിക്കുന്നിടത്ത് ഇസ്രാഫ് ഉണ്ടാകരുത്. അത് വേസ്റ്റാക്കി കളയുന്ന അവസ്ഥയൊന്നും ഉണ്ടാകരുത്. അതുപോലെ ആവശ്യത്തിലധികം ഉപയോഗിക്കരുത്, ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാവും. അതേപോലെ തന്നെ ചെലവഴിക്കുമ്പോൾ അവിടെയും ഇസ്രാഫ് പാടില്ല. അതെന്താ ഉദ്ദേശം?
സ്വന്തത്തിന് ഉപയോഗിക്കാൻ ഇല്ലാത്ത വിധത്തിൽ കൊടുത്തു തീർത്ത് കളയേണ്ടതുണ്ടോ? അങ്ങനെയും കൊടുക്കേണ്ടതില്ല. സാബിത്ത് ബിനു ഖൈസ് റളിയല്ലാഹു അൻഹുവെ കുറിച്ച് പറയുന്നൊരു സംഭവമുണ്ട്. അദ്ദേഹത്തിന് ധാരാളം ഈത്തപ്പനകൾ ഉണ്ടായിരുന്നു. ആ ഈത്തപ്പനകളുടെ വിളവെടുപ്പ് നടന്നു. ഏതാണ്ട് 500 ഈത്തപ്പനകൾ. അതിൽ നിന്ന് വിളവെടുപ്പ് നടന്നപ്പോൾ അദ്ദേഹം ഒരു ശപഥം ചെയ്തു. എന്താണെന്നറിയോ? ഇന്ന് എന്നെ ആരൊക്കെ സമീപിക്കുമോ അവർക്കൊക്കെ ഞാൻ ഈ ഈത്തപ്പഴം ആഹാരമായിട്ട് നൽകും എന്ന് തീരുമാനിച്ചു. അങ്ങനെ എന്തായി? കൊടുക്കാൻ തുടങ്ങിയപ്പോൾ നാട്ടുകാർ മുഴുവനും വിവരം അറിഞ്ഞു. നാനാഭാഗത്ത് നിന്നും ആൾക്കാർ ഇങ്ങനെ വരാൻ തുടങ്ങി. അങ്ങനെ എല്ലാവരും കൂടി വന്ന് കൊടുത്ത് അദ്ദേഹത്തിന് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ഒരു ഈത്തപ്പഴം പോലും ഇല്ലാത്ത വിധത്തിൽ മുഴുവനും കൊടുത്ത് തീർന്നുപോയി. അങ്ങനെയൊക്കെ കൊടുക്കണം. അവിടെയും ഇസ്രാഫ് വേണ്ടതില്ല. വലാ തുസ്രിഫു എന്ന് പറഞ്ഞതിൽ അതുകൂടി ഉദ്ദേശിക്കുന്നുണ്ട്. ഇന്നഹു, നിശ്ചയം അത് എന്തെന്നാൽ, ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ, ധൂർത്തന്മാരെ അല്ലാഹു തആല ഇഷ്ടപ്പെടുന്നില്ല, സ്നേഹിക്കുന്നില്ല എന്നവിടെ ചേർത്ത് പറയുന്നുണ്ട്. അതിനാൽ വളരെ കൃത്യമായ നിയമവിധികൾ ഈ വിഷയത്തിൽ നൽകപ്പെട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതിനാൽ നേരത്തെ ബഹുദൈവവാദികൾ തീരുമാനമെടുത്ത പോലെ സ്വന്തം ഇച്ഛകൾക്കനുസരിച്ചല്ല തീരുമാനം ഉണ്ടാവേണ്ടത്. ഇത് ഞങ്ങൾക്ക്, മറ്റത് ദൈവത്തിന്, ഇത് കുലദൈവത്തിന് എന്നൊക്കെ പറഞ്ഞ് പുരോഹിതന്മാർ ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന രൂപത്തിലല്ല, മറിച്ച് ദൈവിക വിധിപ്രകാരം നീതിപൂർവം അവകാശിക്ക് ലഭിക്കും വിധത്തിൽ ആയിരിക്കണം വിഭവങ്ങളെ ഉപയോഗപ്പെടുത്തുന്നത്, വിതരണം ചെയ്യുന്നത് എന്നാണ് അവിടെ ബോധ്യപ്പെടുത്തുന്നത്. ഇനി 142 ആയത്തിലും അതിൻ്റെ തുടർച്ചയായിട്ട് തന്നെ പറയാണ്, ഈ കാർഷിക വിളകൾ പോലെ തന്നെ മൃഗങ്ങളെ ഉപയോഗിക്കുമ്പോൾ എന്ത് നിലപാട് സ്വീകരിക്കണം എന്നതാണ് പറയുന്നത്. وَمِنَ الْأَنْعَامِ حَمُولَةً وَفَرْشًا كُلُوا مِمَّا رَزَقَكُمُ اللَّهُ وَلَا تَتَّبِعُوا خُطُوَاتِ الشَّيْطَانِ إِنَّهُ لَكُمْ عَدُوٌّ مُبِينٌ. وَمِنَ الْأَنْعَامِ, കന്നുകാലികളിലും ഉണ്ട്. ഹമൂലത്തം വഫർഷ. ഹമൂല എങ്ങനെയുള്ള കന്നുകാലിയാണ്? വാഹനമായിട്ട് ഉപയോഗിക്കാവുന്ന കന്നുകാലിയുണ്ട്. ഹമല യഹ്മിലു, ഹമല വഹിച്ചു എന്നാണ്. അതിൽ നിന്നാണ് ഹമൂല എന്ന വാക്കുണ്ടായത്. പോർട്ടർമാരെ ഹുമ്മാൽ എന്ന് പറയുമല്ലോ, ഭാരം വഹിക്കുന്ന ആൾക്കാർ. ഹാമിൽ എന്ന് പറഞ്ഞാലും ഭാരം വഹിക്കുന്ന ആള്, ഗർഭിണി എന്നൊക്കെയുള്ള ആശയത്തിൽ ഉപയോഗിക്കും. ഇവിടെ ഹമൂല എന്ന് പറഞ്ഞത് ഭാരം വഹിക്കുന്ന മൃഗങ്ങളെ കുറിച്ചാണ്. അതേപോലെ തന്നെ വഫർഷൻ, അവ വിരിപ്പായിട്ട് ഉപയോഗിക്കും, ഭക്ഷണമായിട്ട്, അതുപോലെ വസ്ത്രമായിട്ട് ഒക്കെ മൃഗത്തെ ഉപയോഗിക്കുന്നു. മൃഗത്തിൻ്റെ തൊലി അല്ല, അതുപോലെ തന്നെ തോലും രോമവും ഒക്കെ വസ്ത്രമായിട്ടൊക്കെ ഉപയോഗിക്കുമല്ലോ. ആ ഒരാശയമാണ് ഫർഷ്. ഫിറാഷ്, വിരിപ്പ് എന്നാണ് അർത്ഥം. ഹമൂലത്തം വഫർഷ എന്ന് പറയുമ്പോൾ വാഹനമായിട്ടും വസ്ത്രമായിട്ടും പ്രയോജനപ്പെടുത്തുന്ന കന്നുകാലികളെ സൃഷ്ടിച്ചതും അവനാണ്. വമിനൽ അൻആം എന്ന് പറയുമ്പോൾ, കന്നുകാലികളിൽ ഉണ്ട് എന്ന് പറയുമ്പോൾ അവിടെ നേരത്തെ കഴിഞ്ഞ സൂക്തത്തിന്റെ തുടക്കം വഹുവല്ലദീ അൻശഅ എന്നായിരുന്നു. വഹുവല്ലദീ അൻശഅ ജന്നാത്ത് എന്നതോടൊപ്പം വഹുവല്ലദീ അൻശഅ അൽ അൻആം എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. എന്നിട്ട് എന്താ പറയുന്നത്? കുലു, നിങ്ങൾ ഭക്ഷിച്ചോളൂ, മിമ്മാ റസഖക്കുമുല്ലാ, അള്ളാഹു നിങ്ങൾക്ക് നൽകിയ റിസ്ഖ്, ആ ആഹാര വിഭവങ്ങളിൽ നിന്ന് ഭക്ഷിച്ചോളൂ. വലാ തത്തബിഉ, എന്നാൽ നിങ്ങൾ പിന്തുടരാൻ പാടില്ല, ഖുതുവാത്തി ശൈത്താൻ. എന്താ ഖുതുവാത്ത്? ചുവടുകൾ, കാൽപ്പാടുകൾ. ഖത്വ, കാൽപ്പാട്, അതിൻ്റെ ബഹുവചനമാണ് ഖുതുവാത്ത് എന്നത്. വലാ തത്തബിഉ ഖുതുവാത്തി ശൈത്താൻ, നിങ്ങൾ പിശാചിൻ്റെ കാൽപ്പാടുകളെ പിന്തുടരാൻ പാടില്ല. ഇന്നഹു, തീർച്ചയായും അവൻ പിശാച്, ലക്കും നിങ്ങൾക്ക്, അദുവ്വും മുബീൻ, വ്യക്തമായ ശത്രുവാകുന്നു. വളരെ
ആശയവ്യക്തതയുള്ള സൂക്തമാണ്. വമിനൽ അൻആമി ഹമൂലത്തം വഫർഷ. കന്നുകാലികളില് വാഹനമായിട്ടും വസ്ത്രമായിട്ടും ഉപയോഗിക്കുന്നവയുണ്ട്. വാഹനമായിട്ട് ഉപയോഗിക്കുന്ന കന്നുകാലി ഏതൊക്കെയാണ്? ഒട്ടകം അവയിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെ മാട് വർഗത്തിൽപ്പെട്ടവ ഉപയോഗിക്കുന്നു അല്ലെ. കന്നുകാലികളില് പശു വർഗത്തിൽപ്പെട്ടതിനെ, പശു, കാള ഒക്കെ വാഹനമായിട്ട് ഉപയോഗിക്കും. അതേപോലെ തന്നെ ഒട്ടകങ്ങളെ ഉപയോഗിക്കും. പിന്നെ കന്നുകാലി എന്ന ഗണത്തിലല്ലെങ്കിലും മൃഗങ്ങൾ എന്ന ആശയത്തിൽ, വളർത്തു മൃഗങ്ങൾ എന്ന രൂപത്തില് കന്നുകാലികളില് കഴുതയും അതുപോലെ തന്നെ കുതിരയും ഒക്കെ ഉൾപ്പെടുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പൊ ഈ രൂപത്തിലുള്ള മൃഗങ്ങളുണ്ട് എന്നാണ്. പിന്നെയോ അതേപോലെ വഫർഷൻ, വസ്ത്രമായിട്ട് ഉപയോഗിക്കുന്നവയുണ്ട്. ഇപ്പൊ ചെമ്മരിയാടിന്റെ രോമം ആ നിലക്ക് ഉപയോഗിക്കും. അതുപോലെ ലെതർ മെറ്റീരിയലുകൾ, തോല് കൊണ്ടുള്ള പലതരത്തിലുള്ള ഉപകരണങ്ങൾ, ചെരിപ്പും പെട്ടിയും ബെൽറ്റും അങ്ങനെ ബാഗും ഇങ്ങനെയൊക്കെയുള്ള പല ഉപകരണങ്ങളും നിർമ്മിക്കും. അതുപോലെ വസ്ത്രമായിട്ട് എന്ന് പറയുമ്പോൾ രോമക്കുപ്പായങ്ങൾ ഉണ്ടാക്കും, രോമത്തിന്റെ വിരിപ്പുകൾ ഉണ്ടാക്കും എന്നതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. ഹമൂലത്തും ഫർഷ. ഫർഷ് എന്ന വാക്കിന് പിന്നെ മറ്റ് ആശയങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ, ഫർഷ് എന്നത് ഭൂമിയോട് ചേർന്ന് നിൽക്കുന്നത് എന്ന ആശയമുണ്ട്. വിരിപ്പ് അങ്ങനെയാണല്ലോ, ഭൂമിയെ അവൻ വിരിപ്പാക്കിയിരിക്കുന്നു എന്ന് ഖുർആൻ പറയുന്നില്ലേ. ഫിറാഷ്, വിരിപ്പ് എന്നാണ് അതിൻ്റെ ആശയം. അപ്പൊ ഭൂമിയോട് ചേർന്ന് നിൽക്കുന്ന ആളുകൾക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയും വിധത്തിലുള്ള ഭക്ഷണമായിട്ട് അതിനെ പ്രയോജനപ്പെടുത്തുന്നവരുണ്ട് എന്നായിരിക്കും. അപ്പോൾ വസ്ത്രമായും ഭക്ഷണമായും അതേപോലെ തന്നെ വിരിപ്പായിട്ടും ഒക്കെ ഇവയെ ഉപയോഗപ്പെടുത്താം എന്നാണ്. അപ്പൊ അതിലും നിങ്ങൾ ദൈവിക നിയമമാണ് പാലിക്കേണ്ടത് എന്നൊരു ഉദ്ദേശം അവിടെ ഉണ്ട്. നേരത്തെ പറഞ്ഞതൊക്കെ ബാധകമാണ്. അവകാശികൾക്ക് അവകാശം കൊടുക്കണം, ആവശ്യത്തിന് നിങ്ങൾക്ക് ഉപയോഗിക്കാം. കുലു മിമ്മ റസഖക്കുമുല്ലാഹ്, അള്ളാഹു നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് നിങ്ങൾ ഭക്ഷിച്ചു കൊള്ളുക. വലാ തത്തബിഉ, നിങ്ങൾ പിൻപറ്റരുത് ഖുതുവാത്ത് ശൈത്താൻ, പിശാചിന്റെ കാൽപ്പാടുകൾ. എന്താ ഉദ്ദേശം? ബഹുദൈവവാദത്തിലേക്ക് വഴുതിപ്പോയിട്ട് നിങ്ങൾ സ്വയം നിയമങ്ങൾ ഉണ്ടാക്കരുത്. ഇന്ന മൃഗം ഇന്ന ആൾക്ക്, ഇന്നതിന് ഇന്ന ആളെ ഭക്ഷിക്കാൻ പാടുള്ളൂ, ഇന്നതിൻ്റെ പേരിലാണ് ബലി നൽകേണ്ടത്. ഇങ്ങനെയൊക്കെ നിങ്ങൾ ചിന്തിക്കുമ്പോൾ അതൊക്കെ പൈശാചിക ചിന്തകളാണെന്ന് മനസ്സിലാക്കണം. ഇന്നഹു, തീർച്ചയായും അവൻ, ആ പിശാച്, ലക്കും നിങ്ങൾക്ക്, അദുവ്വും മുബീൻ, വ്യക്തമായ ശത്രുവാകുന്നു എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല അവിടെ ചേർത്ത് പറയാണ്. അപ്പോൾ വളരെ ഗൗരവപ്പെട്ട സൂക്തങ്ങളാണിത്. ഇന്ന് നമ്മുടെ സമൂഹത്തിലൊക്കെ നടക്കുന്ന പലതരം ആചാരങ്ങൾ, അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ അള്ളാഹു അല്ലാത്തവർക്ക് മുമ്പിൽ കാണിക്ക വെച്ചുകൊണ്ട് ഒക്കെയുള്ള പല ബഹുദൈവത്വപരമായ ആചാരങ്ങൾ നടക്കുന്നു. മുസ്ലിം സമൂഹത്തിൽ വരെയും അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി നേർച്ച വഴിപാടുകൾ നടത്തുന്നു. അത്തരത്തിലുള്ള പല കേന്ദ്രങ്ങളിലും പലതും നേർച്ചയാക്കിയിട്ട് കൊണ്ടുപോയി കൊടുക്കുന്നു. ആലോചിച്ച് നോക്കൂ, എത്ര ഗുരുതരമായ പ്രശ്നമാണ് എന്നത് നമ്മൾ നന്നായിട്ട് ചിന്തിച്ച് ആലോചിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം വിശ്വാസപരമായ വൈകല്യങ്ങൾ സംഭവിക്കുമ്പോൾ മനുഷ്യൻ പലതരത്തിലുള്ള അബദ്ധങ്ങളിൽ ചെന്നുപെടും. അപ്പോൾ ഈ കൃഷിയും സൗകര്യങ്ങളൊക്കെ എനിക്കുണ്ടായത് എൻ്റെ ശ്രമം കൊണ്ടാണ് എന്ന തോന്നല്, അതല്ലെങ്കിൽ കുലദൈവങ്ങൾ പ്രസാദിച്ചത് കൊണ്ടാണ് എന്നുള്ള തോന്നൽ, ഇതൊക്കെ പലതരം വൈകല്യങ്ങളിലേക്കും അതിക്രമങ്ങളിലേക്കും മനുഷ്യനെ കൊണ്ടുചെന്നെത്തിക്കും. അതുകൊണ്ടാണ് സൂറത്തുൽ അൻആം ഓരോ കാര്യങ്ങളും വളരെ വിശദമായി തന്നെ പരാമർശിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ നൽകിയ വിഭവങ്ങളെ അവൻ്റെ തൃപ്തി അനുസരിച്ച് ഉപയോഗപ്പെടുത്തുവാനും അവകാശികൾക്ക് അവകാശങ്ങൾ നൽകുവാനും അവനോട് നന്ദി കാണിക്കുവാനും നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെ എല്ലാ സതുദ്ദേശങ്ങളും സഫലീകരിച്ചു തരണേ നാഥ. എല്ലാ